ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഓഡിയൻസ് ആരാ നോക്കാം. നമ്മുടെ ഓഡിയൻസ് ഗംഭീരമായിട്ടുള്ള വന്ന് കൈയടിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. പറഞ്ഞോളൂ, നിങ്ങൾ പാലക്കാട് എന്നാണ് അറിയാം അല്ലേ? ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളും കുടുംബശ്രീയിലെ CDSന്റെ ചെയർപേഴ്സണും വാർഡ് മെമ്പർമാരുമാണ്. അടിപൊളി. അപ്പോൾ നമ്മുടെ ഐറ്റം വേറെ കാണാറുണ്ടല്ലോ, കണ്ട് ചിരിക്കാറുണ്ടല്ലോ. അപ്പോൾ പാലക്കാട് എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ നമുക്ക് ഗംഭീരമായിട്ടുള്ള സ്കിറ്റൊക്കെ കണ്ട് കൈയടിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഞങ്ങളുടെ വക ഒരു നല്ല കൈയടിയാണ്. പൊളിക്കാം നമുക്ക്. അപ്പൊ ഇനി സമയം കളയുന്നില്ല, നമുക്ക് അടുത്ത ടീമിനെ വിളിക്കാനുള്ള സമയമായി. മനോജ് വലഞ്ചുഴി, അജേഷ് ആൻഡ് സുമി. താരാക്കൂട്ടം കേറാക്കുന്ന് മാറാപ്പോളം മണ്ണ് ഒന്നിനു മേലെ കാവലിനുണ്ടേ കാടുകുലുക്കും കൊമ്പൻ. അയ്യോ, ഒരാഴ്ച ഈ ചുമ കൂടെ കൂടിയിട്ട് നല്ല സുമയായിരുന്നു, നല്ല സുഖമായിരുന്നു. പച്ചക്കറി വാങ്ങിക്കാൻ ചന്തരിട്ട് എല്ലാം പറ്റത്തില്ല, എന്തോ തീ പിടിച്ച വിലയാ. 10 കടന്ന് ഉള്ളി ഇപ്പൊ 80 കയറി, 10 കടന്ന് ഉരുളക്കിഴങ്ങ് ഇപ്പൊ 100 കയറി. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ജീവിക്കാൻ പറ്റുമോ? പിന്നെ നമ്മളൊക്കെ എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും മാറ്റി വെച്ചാൽ സഞ്ചി ഇതുപോലെ പൊക്കിക്കൊണ്ടെങ്കിൽ പോരണം. പൊടിക്കച്ചേ പൊടിക്കച്ചേ. ഇത്രയും നേരം ഇത് എവിടെ ആയിരുന്നു? എത്ര തവണ ഞാൻ വിളിച്ചു, ഫോൺ എന്തിനാ ഈ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നത്? ഈ വയസ്സാകാലത്ത് എന്നെ ആര് വിളിക്കാനാ? ഒടുവിൽ കാലം വിളിക്കും, അതുകൊണ്ട് ഞാൻ ഓഫ് ആക്കി വെച്ചതാ സ്വിച്ച്. സാധനങ്ങളൊക്കെ മേടിച്ചു പറക്കും. സാധനങ്ങളൊക്കെ വെച്ചു. കൊച്ചേ, എന്തോ തീ പിടിച്ച വിലയാന്നറിയാമോ? എന്ന് കയറാൻ പറ്റത്തില്ല. ഒരു കാച്ചിലെന്നെ നോക്കി ഇങ്ങനെ കാണിക്കുക, ഇനി ഇവിടെ വാങ്ങിച്ചിട്ട് പോടാന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചില്ല. ഭയങ്കര തീ പിടിച്ച വില. അത് പഴയ കാലമല്ലല്ലോ, അത് ഇപ്പോഴത്തെ സാധനം വിലയൊക്കെ കൂടുവങ്ങ്. പണ്ടത്തെ കാലത്താണെങ്കിൽ എന്റെ അപ്പനാണെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ കിഴങ്ങും കാച്ചിലൊക്കെ കൊണ്ടും തരുമായിരുന്നു വീട്ടിലൊക്കെ. അത് അങ്ങനെ ഒരു അമ്മൂടെ ഞങ്ങളുടെ അപ്പൂപ്പൻ പറഞ്ഞു, കാട്ടി കിഴങ്ങ് കിട്ടുന്നുണ്ട്. കാട്ടിപ്പോയി 3 കിഴങ്ങ് കൊണ്ടുവന്നു. എന്നിട്ട് ഞങ്ങളെ കാണിക്കാതെ അമ്മൂമ്മോട് പറഞ്ഞ് പുഴുകി തരാൻ. അമ്മൂമ്മ അത് പുഴുകി കൊടുത്തു. അപ്പൂപ്പൻ ചമ്മന്തി കൂട്ടിയിട്ട് അടിച്ച് തിന്നിട്ട് പിറ്റേ ദിവസം നേരം പെടുത്ത് ബാത്റൂമിൽ ചെന്ന് വീട് വലിച്ചപ്പോ ഒരൊറ്റ പോട്ട. അപ്പൂപ്പൻ പന്നിപ്പടക്കമായിരുന്നു കിഴക്കുന്ന മരം കൊണ്ട് കൊടുത്തത്. ഞങ്ങൾ നോക്കുമ്പോ ഞങ്ങളുടെ അപ്പൂപ്പനെ കാണുന്നില്ല. അപ്പൂപ്പൻ തെങ്ങലാന്ന് തൂക്കടാങ്കുരുവി കൂട് വെച്ചേക്കുന്ന പോലെ ഓലെ തൂങ്ങി കിടക്കുക. പിന്നെ അങ്ങനെ അപ്പൂപ്പനെ താഴെ കൊണ്ടുവരും. ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞ് കല്ലെടുത്ത് ഞങ്ങൾ എറിയാൻ, താഴെ നിങ്ങൾ തുണിയെ പിടിക്കണമെന്ന്. ഞങ്ങൾ പിള്ളേരാണ് കൂടി തുണി വലിച്ചു പിടിച്ചു. ഞങ്ങൾ ഒറ്റ ഏറും അപ്പൂപ്പൻ വന്ന് തുണിയെ വന്ന് വീണ് തെറിച്ച് നേരെ ചെന്നിട്ട് അമ്പുചാശി വല്യമ്മ കുളിക്കുമായിരുന്നു. കുളിമുറി ചെന്ന് കയറി. അമ്പുചാശി വല്യമ്മ വിടുവോ? ഞാൻ കുളിച്ചെടുത്ത് ബന്ധമാണ് കയറി വന്നിട്ടുണ്ട്. സോപ്പും പത കൂട്ടി അങ്ങനെ പുറത്തെറിയോ 3-4 അടി. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ അപ്പൂപ്പൻ നല്ലതായിട്ട് പുറം തേച്ച് കുളിച്ചത്. കഴിക്കാൻ വാ എടുത്ത് വെച്ചേക്കുന്നു. കഴിക്കാൻ വാ എടുത്ത് വെക്കുന്നു. കഴിക്കാനുള്ളത് എടുത്ത് വെച്ചേക്കുന്നു വരാനെന്ന്. എനിക്ക് വേണം, ഞാൻ ചന്തയിൽ നിന്ന് മീൻ കൂട്ടി തിന്നായിരുന്നു. ഈ കൊച്ചുവളപ്പാലത്ത് മീൻ കൂട്ടി തിന്നു ഇവിടുന്ന്. മീൻ കൂട്ടി തിന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചന്തയിൽ തിന്നുമ്പോ മീൻ ഇരിക്കുന്ന കണ്ടു. അങ്ങനെ കാണാതെ കൈ ഇടാൻ നേരത്തെ അങ്ങനത്തെ പെടലേക്ക് പിടിച്ച മീൻ കൊട്ടയ്ക്കകത്തോടെ തല കഴിഞ്ഞിട്ട് ഒറ്റ വെപ്പും ന്യൂട്രി ഞാൻ 3 മീൻ അങ്ങ് വിഴുങ്ങി. കൊള്ളാം. ചുമ്മാ അല്ല നടന്നു വരുന്ന വഴിക്ക് ഒരു പൂച്ച പുറകിന് വന്നത്. നടന്നു വരുന്ന വഴി നാട്ടുകാർ അത് ഇതും ചോദിക്കാൻ തുടങ്ങി. എന്തുവാ? എന്റെ കൊച്ചുമളത്തിനായിരുന്നു വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പൂപ്പൻ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു, നിനക്ക് വിശേഷമുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് വിശേഷം ഉണ്ടെന്ന് പറഞ്ഞത്. എനിക്ക് വിശേഷം ഉണ്ടെന്ന് കാണിക്കാനായിരുന്നു. ഞാൻ സമയത്ത് പ്രസവിച്ചില്ലെങ്കിൽ അവരെന്താ വിചാരിക്കും? ഡേറ്റ് മാറ്റി അങ്ങ് പറഞ്ഞാൽ മതി. ഡേറ്റ് മാറ്റാൻ ഇത് ഷൂട്ടിംഗ് നടക്കുമല്ല. കല്യാണം കഴിച്ചപ്പോ അങ്ങോട്ട് വീട്ടനായിരുന്നു. നീ എന്തിനാണ് ഇവിടെ നീന്നത്? നിങ്ങളല്ലേ ഈ കല്യാണം നടത്തി തന്നത്? അന്നേരം ഞാൻ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് കല്യാണം വേണ്ടെന്ന്? ഞാൻ പറഞ്ഞു, എനിക്ക് ആ ചെറുക്കനെ സത്യം പറഞ്ഞ ചെറുക്കനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കല്യാണം പന്തൽ വെച്ച് തന്നെ ചെറുക്കനെ പറ്റ പരിപാടി എന്നോട് കാണിച്ചത്. അതെന്തോ കാണിച്ചു? അപ്പൂപ്പൻ എന്നിട്ട് പറഞ്ഞില്ലല്ലോ. ഞാൻ അങ്ങനെ പറയും. അപ്പൊ ഒരു ദക്ഷിണ കൊടുക്കാൻ പറഞ്ഞപ്പം ഇവൻ എനിക്ക് ദക്ഷിണ വന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് പുറംകാലം കൊണ്ട് എന്റെ ഉച്ചയ്ക്ക് ചവിട്ടി അവിടെ വെച്ചു. തുറന്ന് പറയണ്ടേ അപ്പൂപ്പൻ? നമുക്ക് അന്നേരം ഈ കല്യാണം മുടക്കായിരുന്നു. അന്നേരം കല്യാണം മുടക്കാൻ എനിക്ക് സദ്യ കഴിക്കാൻ പറ്റുന്നത്. എനിക്ക് ഇലക്കകത്ത് ഡ്രൈവ് ചെയ്യണമായിരുന്നു. മനസ്സിലായില്ല. ഞാൻ കാണിച്ചു തരാം. ഇല ഇങ്ങനെ ഇട്ടട്ടെ, പായസോ പപ്പടം കൂട്ടി ഞാൻ ഞെവിടിട്ടെ ഇങ്ങനെ വടിച്ച് മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കൊട്ടി ജീവിതം കുളമാക്കിയപ്പോ നിനക്ക് സമാധാനമായല്ലോ. അറി അവൻ നിന്നെ തിരക്കി ഇവിടെ വരും. അന്നേരം ഞാൻ ചോദിക്കും, അതിന് ഞാൻ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞിട്ടല്ല വന്നത്. ആണോ? നല്ല അവൻ മണത്തിവിടെ വരും. മണത്തിവിടെ വരുമ്പം ഈ പഴയ എന്നെ ഞാൻ അവനെ കാണിച്ചു കൊടുക്കൂടി. അവൻ ധൈര്യം വരാൻ പറയട്ടെ. വന്നു കഴിഞ്ഞാൽ അവൻ ഞാൻ കാണിച്ചു കൊടുക്കും. എന്റെ പഴയ സ്വഭാവം, ഞാൻ പഴയ ആരാന്ന് ഇവനെ ഞാൻ കാണിച്ചു കൊടുക്കൂടി. എനിക്ക് തോന്നുന്നില്ല വയസ്സും പ്രായമൊക്കെ ആയ അപ്പൂപ്പന് കാണിച്ചു കൊടുക്കാൻ പറ്റുമെന്ന്. അല്ല വരട്ടെ, തിരിഞ്ഞു നോക്കാനെ കൊണ്ട്. പഴയ എന്തോ കാണിക്കുമെന്ന് പറഞ്ഞു, ഒന്ന് കാണിച്ചേ. എന്തോ പള്ളിക്കാട്ടോ? അല്ല, ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പഴയ ഞാനാ പറഞ്ഞത്. പള്ളിക്കാട്ടത്ത് എന്നെക്കാട്ടി ഭംഗിയുണ്ട്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് തോന്നുന്നു. ഞാൻ മുഖം കഴുകിയിട്ട് വരാവേ. മുഖം കഴുകിയാൽ ചമ്മൽ മാറത്തില്ല, അഴുക്കേ പോകത്തുള്ളൂ.
സ്ഥലം മാറി നിന്ന കൗണ്ടർ കിട്ടത്തില്ല. എവിടെ അടി? എന്താണ് ഫോൺ എടുക്കാത്തെ? സിബിൽ സ്കോർ കുറവ്. EMI ഇട്ട് ചോദിച്ചപ്പോ ലോൺ കിട്ടിയില്ല. കള്ളക്കടം എടുത്ത് ഫോൺ എടുക്കുന്ന കാര്യമല്ല. എത്ര തവണ തന്നെ ഞാൻ വിളിച്ചടി, എന്താ നീ ഫോൺ എടുക്കാത്തെന്ന്? നിങ്ങൾ വിളിച്ച എന്തിനാ? എന്നോട് സംസാരിക്കാനാണോ? അല്ലടി, ഞാൻ നിന്റെ കോളർ ട്യൂൺ കേൾക്കാൻ വിളിച്ച. എങ്ങനെയുണ്ട് എന്റെ കോളർ ട്യൂൺ? എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ചേർന്ന കോളർ ട്യൂണാണ് ഞാൻ ഇട്ടേക്കുന്നത്. പ്രീനി നീ എന്നെ അറിയാതിരുന്നാൽ എന്തിനാണിനി എന്റെ ജന്മോ? അതെന്നാണ് ചോദിക്കുന്നത്? നിന്നെ പോലുള്ള ജന്മമൊക്കെ എന്തിനാടി ഇനിയും? എടി, നീ എന്റെ വീട്ടിൽ നിന്ന് എന്തിനാടി ഇവിടെ വന്നേ? എന്തൊരു കുട്ടിയും പറിച്ചു വന്നടി? ഞാൻ ആ വീട്ടിൽ നിക്കത്തില്ല, ഞാൻ ആ വീട്ടിൽ നിക്കത്തില്ല, ഞാൻ ആ വീട്ടിൽ നിക്കത്തില്ല, ആ വീട്ടിൽ ഞാൻ നിക്കത്തില്ല. ഞാൻ നീ ഭൂമിയിലൊന്ന് നിക്കാമോ ആദ്യം? നിക്കാമോ? ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ അങ്ങനെ അറിഞ്ഞു? ഓ, ഇവള് എന്തൊരു അഹങ്കാരിയാണെന്ന് അറിയാവോ? കല്യാണം കഴിഞ്ഞു വന്ന ആദ്യ സമയത്തൊക്കെ ഇവൾ എന്ത് പറയുന്നത് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ? അവസാനം ഞാൻ ആ കൊടുപ്പങ്ങ് നിർത്തി. അതെന്താ നിർത്തിയെന്ന് പറ. അവസാനം ഇവള് തെറി പറയാൻ തുടങ്ങി. ഞാനത് ഇവിടുന്ന് വാങ്ങിച്ചു കൊടുക്കും. അല്ലെങ്കിൽ സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെ വാങ്ങിച്ചു തരണം അങ്ങോട്ട്. നിങ്ങൾ കേൾക്കണം, ഞാൻ ഒരു ദിവസം രാവിലെ വായ്നോട്ടം കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ തിരിച്ചു വന്നപ്പോ ഇവിടെ കാണാനില്ല. ഞാൻ പോയി ഇവിടെ വീട്ടില്, കാരണം പെണ്ണുങ്ങൾ പിറകി ചെന്ന ഓടി അച്ഛനമ്മമാരുടെ അടുത്തോട്ടാണ് ചെല്ലുന്നേ. അവിടെ ചെന്നപ്പോ അവിടെ ചെന്നിട്ടില്ല. അവിടെ അച്ഛനും അമ്മയാണ് പറഞ്ഞത് അപ്പൂപ്പൻ കൊഞ്ചിച്ച് വളർത്തുന്ന കൊച്ചാണ് അപ്പൂപ്പന്റെ വീട്ടിൽ കാണുമെന്ന്. സത്യം പറയാമല്ലോ, ഇവള് പിണങ്ങിപ്പോന്ന കാര്യം കേട്ടിട്ടുണ്ടല്ലോ. നിന്റെ അച്ഛൻ എന്തോ ഒരു കരച്ചിലായിരുന്നു അറിയാമോ? എന്റെ അച്ഛൻ ഇച്ചിരി ലോല ഹൃദയം, എന്റെ കൂട്ടൊന്നും അല്ല. എന്റെ അമ്മ എന്തോ പറഞ്ഞെന്ന് പറ. മരുമാന്റെ മുമ്പ് പട്ടിയെ പോലെ മോങ്ങാത്ത നിർത്ത മനുഷ്യാന്ന്. നിന്റെ അമ്മയുണ്ടല്ലോ, അവരെ കുമ്പിട്ട് തൊഴണം, കാലെ കുമ്പിട്ട് തൊഴണം. അവരെ എന്തോ സ്നേഹമുള്ള സ്ത്രീയാണെന്നറിയാം. അവര് പറഞ്ഞു, മോനെ ഒന്നും വിഷമിക്കണ്ട, അവള് തിരിച്ചു വരും, മോൻ ആഹാരം കഴിച്ചിട്ട് പോയാൽ മതിയെന്നും. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അല്ല, കൈ കഴുകാൻ വെള്ളം തരാൻ. എന്നിട്ട് ആ അമ്മ ഉണ്ടാക്കി തന്ന നല്ല പുത്തരിച്ചോറും നല്ല കിടക്കാച്ചി എരിവുള്ള ബീഫും കഴിച്ച് ഞാൻ കണ്ണു നിറഞ്ഞു പോയി. സാധാരണ ഞങ്ങൾ കഴിക്കുമ്പോ വയറാ നിറയാറ്. സന്തോഷം കൊണ്ടത് കണ്ണും വയറും നിറഞ്ഞു. എന്നിട്ട് ആ മുറ്റത്തിരുന്ന് 2 ഏമ്പക്കം വിട്ടിട്ടാ ഞാൻ വീട്ടിൽ പോകുന്നത്. എന്റെ വീട്ടിൽ വലിഞ്ഞു കയറി തിന്നിട്ട് മിറ്റത്ത് നിന്ന് ഏമ്പക്കം വിടാൻ നിങ്ങൾക്ക് നാണമില്ലയോ മനുഷ്യ? ആഹാരം കഴിച്ചിട്ട് ഏമ്പക്കം വിടാതെ ഞാൻ റോക്കറ്റ് വിടാൻ പറ്റൂല. അത് കൊള്ളാം. എനിക്ക് മതിയായി, സത്യം പറയാലോ. ആ വീട്ടിൽ ജീവിച്ച് എനിക്ക് മതിയായി. എനിക്ക് ആ വീട്ടില് ഓ, ഇവിടെ പറഞ്ഞു കേട്ടാ തോന്നുന്നു ഇവിടെ ആ വീട്ടിൽ ഞങ്ങള് കഷ്ടപ്പെടുത്തുവന്ന്. നിങ്ങൾക്കറിയാമോ എത്ര ജോലിക്കാരാന്നറിയാം എന്റെ വീട്ടില്? അത് ശരിയാ, പക്ഷെ തെറ്റിദ്ധരിക്കരുത്. വേലക്കാരല്ല. ഇയാടെ അച്ഛന്, കൊച്ചച്ഛന്, ഇയാടെ അളിയന്, ഇങ്ങനെ റാങ്ങള എല്ലാരും ജോലിക്ക് പോകും. ഇയാൾക്ക് മാത്രം ജോലിയില്ല. എനിക്ക് ജോലിക്ക് പോകേണ്ട കാര്യമില്ല. സത്യം പറയാമല്ലോ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഭയങ്കര പണക്കാർ. അതാണ് എനിക്ക് തിളങ്ങുന്ന ഉടുപ്പൊക്കെ ഉണ്ട്, ഭയങ്കര പണക്കാരൻ. നാണമില്ലല്ലോ മനുഷ്യ. ഇവർ അമ്മ അയൽക്കൂട്ടിൽ നിന്ന് പിരിഞ്ഞപ്പോ അവിടെ പൊന്നാട ഇട്ട് കൊടുത്തു. അത് വെച്ച് ഞങ്ങളുടെ അമ്മാവന് മരിച്ചപ്പം തലക്കടിയിൽ നിന്ന് ഗോൾഡ് കിട്ടിയതായിരിക്കും. നിങ്ങളുടെ സ്വഭാവത്തിന് അത് വിറ്റ് കാണും. അപ്പൊ പണയം വെച്ചോ? ഇല്ല, കത്തിച്ച് ഞാൻ വലിച്ചു. പഞ്ഞി എടുത്ത് ഞാൻ കട്ടപ്പോട്ടിലും കിട്ടി. ഓ, അങ്ങനെ. ഞങ്ങളുടെ വീടുണ്ടല്ലോ, നിങ്ങൾ കണ്ടാൽ ഞെട്ടും. 3500 സ്ക്വയർ ഫീറ്റിൽ കലൂർ രാജ്യാന്തര സ്റ്റേഡിയം പോലെ കിടക്കുക ഞങ്ങളുടെ വീട്. അടുക്കള എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, എന്റെ ദൈവം നടന്നാ തീരത്തില്ല, അതുപോലെ വലിയ അടുക്കളയാ ഞങ്ങളുടെ. വലിയ അടുക്കളയാ. പോരാത്തതിനൊരു ചെലവ് വെച്ചിട്ടുണ്ടോ അടുക്കളക്കകത്ത്? ചെലവ് പിന്നെ ആ പാചകത്തിൽ ഇങ്ങനെ മൂക്കമ്പാമ്പ് പോലിരിക്കുന്ന എന്തുവാ ചെലവ്? അയ്യ, അതിനകത്ത് ഞാൻ തേങ്ങ തിരുമ്പത്തില്ല. നിങ്ങളുടെ അച്ഛൻ പലപ്പോഴും സമയം കളയുന്ന അതിനകത്തിട്ട് ഉറച്ചേട്ടാ പുറം. ചെലവാക്കിന്റെ ഊർജ്ജ വെച്ചാണ് എന്റെ വലിയ അടുക്കള തന്നെ. നീ എന്താ പറഞ്ഞാലും മനുഷ്യ, നിങ്ങൾ പൊങ്ങച്ച കാണിക്കാൻ വേണ്ടിട്ടല്ലയോ വീട്ടിൽ മേടിക്കുന്ന പാല്, പച്ചക്കറികള്, മുട്ട, മീൻ എല്ലാം അപ്പുറത്തെ വീട്ടിൽ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാൻ പറയുന്നത്? അപ്പുറത്തെ വീടല്ലടി, അത് അപ്പുറത്തെ റൂമാണ്. അത്രയ്ക്ക് വലുതായിട്ട് നിനക്ക് തോന്നുന്നു അപ്പുറത്തെ വീടാണ്. സത്യം പറയാലോ, എന്റെ അടുക്കള ഒരു ദിവസം ഇവിടെ കറി ഉണ്ടാക്കി വെച്ചിട്ടേ ഞാൻ തപ്പി നടക്കുവോ എവിടാന്ന്. അതുപോലെ വലിയ അടുക്കള, അതിനെ ഇവിടെ കുറ്റം പറയുന്നത്. ആരെ കാണിക്കാൻ അങ്ങനൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്? ആരെ കാണിക്കാനൊക്കെ ഉണ്ടാ? എടി അതെ, ഞാൻ ഉണ്ടാക്കിയതാ, അല്ലാതെ നിന്റെ അച്ഛൻ ഉണ്ടാക്കിയതല്ലടി. നിന്റെ അച്ഛൻ ഉണ്ടാക്കിയതല്ലെന്ന്. പെരക്കകത്ത് കേറി വന്ന് തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ നിക്കറിട്ടിട്ടില്ല, അല്ലെ പെരപ്പുറത്ത് കയറി നീ തന്തയ്ക്ക് പറഞ്ഞേ. എന്ത് കാണിക്കുന്നു? അപ്പൂപ്പൻ വന്നു. എന്തോടാ വിശേഷം? എന്തോടാ എന്താ മനെ? എന്താ മനെ? ഇയാൾ ഇവിടെ കിടന്ന് ഭയങ്കര പൊങ്ങച്ചം പറച്ചില്. എന്തോ ഇയാളാരാ ചോദിക്കുക? എന്തോ നാണമില്ലോ തനിക്ക്? മുടി നരച്ച് മീശ നരച്ച് തിരികെ മാത്രം കറപ്പിച്ചോണ്ട് നടക്കുക. ഞാൻ പറഞ്ഞു പെരട്ടി വെച്ചോ, നരച്ചാൻ നിന്നെ കൊല്ലുമെന്ന്. അങ്ങനെ എന്റെ പുരിയാൻ നരക്കാതിരിക്കുന്നു. ഇവരുടെ വീട്ടിൽ ആനയുണ്ട്, ചേനയുണ്ട്, അതും മറിച്ചുകൊണ്ട് പറഞ്ഞിട്ട് പൊങ്ങച്ചം. ഞങ്ങളുടെ വലിയ വീടാ, തിളങ്ങുന്ന ഉടുപ്പുണ്ട്, തിളങ്ങുന്ന വാച്ചുണ്ട്, സ്റ്റീലിന്റെ വളയുണ്ട്. ഞങ്ങൾ വലിയ വീടാ. നീ അങ്ങനെ കളിയാക്കുന്നത് വേണ്ട. എന്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ വീട് വലിയ വീടായിരുന്നു. 16 മുറിയുള്ള കൂട്ടുകുടുംബം. ഞങ്ങളുടെ അച്ഛൻ, അമ്മ, കുഞ്ഞമ്മ, ചെല്ലമ്മ എല്ലാവരും കൂടി ഇങ്ങനെ കളിക്കുന്ന 90,000 പിള്ളേരുണ്ടായിരുന്നു ആ വീട്ടില്. ആ പിള്ളേരാരും പറഞ്ഞ് ഭയങ്കര വിഷയം, ആരാന്നൊന്നും അറിയത്തില്ലല്ലോ. അതിന് വേണ്ടി മക്കളുണ്ടാക്കിയപ്പോ ഞങ്ങളുടെ അപ്പൂപ്പനാണ് ഞാൻ തറവാട് മൊത്തമൊക്കെ കത്തിച്ചു. കരിയില് കൂട്ടിയിട്ട് തീ കത്തിക്കുന്ന പാച്ച കൂടുന്ന പോലെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടി. അങ്ങനെ ഞാനിവിടെ വന്ന് വേറെ തട്ടി വീണ് ഇവിടെ വീട് വെച്ചു. അതാണ് എന്റെ മിടുക്ക്. താനൊരു അപ്പൂപ്പനാണോടോ? അപ്പൂപ്പനാണോടോ താൻ? എല്ലാരും ചോദിക്കുന്നുണ്ട്, പക്ഷെ നേരിട്ട് കാണുമ്പോ അങ്ങനെ പറയത്തില്ല. ഗ്രാമത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്.
ഇല്ലല്ലോ. തനിക്ക് അന്തസ്സുണ്ടോ? കൊച്ചുമോൾ ഒന്ന് പിണങ്ങി നിൽക്കുന്ന എന്താന്ന് ചോദിക്കാൻ അന്തസ്സുണ്ടോ? കട്ട് മൂട്ടിച്ചോണ്ടാക്കിയാടാ ഞാൻ അല്ല കഷ്ടപ്പെട്ടോണ്ടാക്കിയാ ഞാൻ ഇതൊക്കെ എനിക്ക് അങ്ങനെ വല്ലതും കൈ നീട്ടുന്ന കാര്യമില്ലടാ അങ്ങനെ കൈ നീട്ടിട്ടുള്ളതല്ല ഞാൻ ഓ, അല്ല. എനിക്ക് കൈ നീട്ടിച്ച് ഞാൻ എച്ചിയല്ലടാ അതും വാങ്ങിച്ച് പോക്കറ്റിട്ട് അന്തസ്സില്ലാത്ത കൂടുതൽ നിങ്ങൾ വർത്താനൊന്നും പറയണ്ട. എനിക്ക് ഇങ്ങനെ ഒരു അപ്പൂപ്പനുണ്ടല്ലോ. അപ്പൂപ്പൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നതേ അന്തസ്സായിട്ട് തന്നെ. ഭയങ്കര അന്തസ്. ഇവര് വളർത്തുന്ന കാള ചത്തപ്പോ തൊഴുത്ത് നിന്ന പശുവിനെ വെള്ളസാരി ഉടുപ്പിച്ച് അതിന്റെ കഴുത്തേന്ന് മണിയും പറിച്ച് കളഞ്ഞിട്ട് വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയി വിധവ പെൻഷൻ അപേക്ഷ കൊടുത്തല്ലോ അല്ലയോ? കൂടുതൽ സംസാരിക്കരുത്. അതെന്റെ അപ്പൂപ്പന്റെ നിവൃത്തിയുണ്ട്. നിങ്ങൾക്കുണ്ടോ അങ്ങനെ ഒരു അപ്പൂപ്പൻ? ഉണ്ടോ? നീ ചോദിക്കണോടി, എനിക്കുണ്ടായിരുന്നു ഒരു അപ്പൂപ്പൻ. എന്റെ 10 വയസ്സ് വരെ അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നീ പിടിച്ച് വിഴുകിയോ അയാളെ? 10 വയസ്സ് കഴിഞ്ഞ് അപ്പൂപ്പൻ വജ്രം തേടി പോയതാ, പിന്നെ കാണാനില്ല. വജ്രവോ? ആ, അത് ഒരു പറഞ്ഞിട്ടില്ലല്ലോ. ഒരു ദിവസം അപ്പൂപ്പൻ പണി കഴിഞ്ഞ് ഇങ്ങനെ വരുമായിരുന്നു. അപ്പൊ റോഡിൽ കൂടി ഇങ്ങനെ നിരനിരയായിട്ട് വജ്രം കിടക്കുന്നു. അപ്പൂപ്പൻ ഇത് പറക്കാൻ തുടങ്ങിയപ്പോ അപ്പൂപ്പന് ബുദ്ധി തോന്നി, ഇത് പറക്കിയ തീരത്തില്ല, ഇതിന്റെ ഉത്ഭവ സ്ഥാനത്ത് ചെന്നാൽ ചാക്കോടെ വാരി എടുക്കാമെന്നും. എന്നിട്ട് ഈ വജ്രം തിരക്കി അപ്പൂപ്പൻ ഇത് കിടക്കുന്ന വഴിക്കൂടെ ഓടി. അവസാനം കാശ്മീരിൽ ചെന്നപ്പോ റോഡ് തീർന്നു പോയി. പിന്നെ അപ്പൂപ്പൻ തിരിച്ചു വന്നിട്ടില്ല. അന്നേരമാണ് അപ്പൂപ്പൻ അറിഞ്ഞത് അത് വജ്രങ്ങളായിരുന്നു. റോഡിന്റെ സൈഡിലെ റിഫ്ലക്ട് ലൈറ്റ് കിടന്ന് കത്തുവായിരുന്നു. റോഡിന്റെ സൈഡിലെ റിഫ്ലക്ടർ കണ്ടിട്ട് മനസ്സിലാകണ്ട ആ മണ്ടൻ ഏതാണ് അവൻ ഏതാണ്? അയ്യോ, ട്രാഫിക് ലൈറ്റ് കണ്ടിട്ട് 3 ചക്ക നിൽക്കുന്നു, ഒന്ന് പച്ച, ഒന്ന് പഴുത്തത്, ഒന്ന് മഞ്ഞപ്പരുവം എന്ന് പറഞ്ഞ ആളല്ലേ ഇവിടെ നീ ഇളകരുത്. കഴിഞ്ഞോണ്ടി സംസാരിക്കരുത് എന്റെ അപ്പൂപ്പനോട്. എന്റെ മുടി ഇളകുന്നുണ്ടോ? മുടി മാത്രമല്ല, വേറെ പലത് വളർന്നു. എന്തുവാ? ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത് മാന്യതയുടെ പേരില്ല. ഒരു വീട്ടിൽ കയറി വരുന്ന അന്തസ് വേണം. നീ എന്തിനാടി ഇട്ടിട്ട്? ഫ്രീഡം ഉണ്ടായി. പഠിക്കാൻ പറ്റി നീ എന്തൊന്ന് കാണിക്കണം അങ്ങോട്ട്. നീ എന്ത് കാണിച്ചതാണോ? എന്തോ കാണിക്കുമോ? എന്നോട് വഴക്കൊല്ലാക്കാൻ ആരും ഇല്ലെന്ന്. എന്തോ മനുഷ്യൻ നാണം കിട്ടുമോ? അപ്പൂപ്പൻ മക്കൾ വഴക്കോട്ടാക്കണ്ട. ഞാൻ ഇവിടെ കയറി താമസിക്കാനൊന്നും വന്നല്ല. ഇത് ഞാൻ വേറൊരു കാര്യത്തിന് വന്നാ. എന്തോന്ന് പറ. എന്താ സംഭവം? ഞാൻ എന്റെ കല്യാണം വിളിക്കാൻ വന്നാ. മന്ദസ്മിതൻ ചേട്ടാ ആ കല്യാണം കഴിക്കാൻ പോകുന്നു. ആ കല്യാണം കഴിക്കും. എനിക്കും ഒരു കൂട്ടുകണ്ടേ. ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൂപ്പ പറയുന്നത് കേട്ടോ. വേറെ കല്യാണം കഴിക്കാൻ പോകുന്ന എന്തെങ്കിലും ഒന്ന് പറയാ. അപ്പൂപ്പ കഴിക്കട്ടോ വെച്ചാൽ നമുക്ക് നല്ലൊരു സദ്യ ഒഴിവാക്കട്ടല്ലോ. ഇങ്ങനെയാണോ പറയേണ്ടത്? സമ്മതിക്കത്തില്ല. ഞാനിപ്പോ നിങ്ങളുടെ കൂട്ട് വരും. നിങ്ങളുടെ വീട്ടിൽ ഞാനിപ്പോ വരും. ഞാൻ എന്നോട് വരുമോ? വരും. അന്നാ ഞാൻ കല്യാണം കഴിക്കുന്നില്ല. വരുമല്ലോ നീ? ആരാ? അന്നാ ഞാൻ കല്യാണം കഴിക്കുന്നില്ല. എന്നാലും പറഞ്ഞു കളഞ്ഞല്ലോ. ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞപ്പോ വേറൊരു പെണ്ണിനെ കിട്ടുന്നു പറഞ്ഞു കളഞ്ഞല്ലോ. നീ ആ കല്യാണക്കുറി തുറന്നൊന്ന് നോക്കിക്ക്. ഓ, മന്ദസ്മിതൻ വിത്ത് കവിത, എന്റെ പേരുള്ള അതേ പെണ്ണ്. എടി വിവരം കേട്ടവളെ, നമ്മുടെ കല്യാണക്കുറിയാണിത്. അയ്യോ, നമ്മുടെ കല്യാണം. ആ എടി, നീ പിണങ്ങി പോന്നപ്പോഴേ നിന്നെ പറ്റിക്കാൻ വേണ്ടി, നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഇറക്കിയ ഒരു പരിപാടിയായത്. പറ്റിക്കാൻ വേണ്ടി ചെയ്ത കല്യാണമാണ്. എന്തോ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ എന്റെ കല്യാണമാണ്. ചുമ്മാ പറഞ്ഞ നമ്മുടെ കല്യാണക്കുറി വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം. എന്റെ അപ്പൂപ്പന്റെ മുമ്പിൽ വെച്ച് എന്നെ പറ്റിക്കാൻ ഇനി ഞാൻ പോത്തില്ല. ഇപ്പൊ പോണെന്ന് വിചാരിച്ച എന്നെ പറ്റിക്കാൻ, എന്നെ ചതിക്കാൻ ഞാൻ പോത്തില്ല. ഞാൻ ഇവിടെ തന്നെ ഞാൻ നിൽക്കും. ഞാൻ പോത്തില്ല. ഞാൻ ഇല്ല. വലിച്ചു നീട്ടാതെ പോടാ അവിടെ കൂട്ടത്തി. ക്ലൈമാക്സ് ആ പോടാ അവിടെ കൂട്ടത്തി പോടാ. മനോജേ, സുമി, അജേഷേ, പൊളിച്ചടിക്കുക കേട്ടോ. ഒരു രക്ഷയില്ലാതെ പറന്ന് നിൽക്കുക. തീപ്പൊരി എന്ന് പറയാം. ഒരു ഫയർ ഉണ്ടായിരുന്നു അതിനകത്ത്. ബാക്കിയുള്ള കാര്യങ്ങൾ ബുജിക്കൂട്ടാ പറഞ്ഞു. മനോജ്, സുമി, അജേഷേ, ഗംഭീര സ്കിറ്റ് ആയിരുന്നു കേട്ടോ. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഇതിനകത്ത് നമുക്ക് എണ്ണി കൗണ്ടറുകൾ പറയാൻ പറ്റില്ല. കാരണം ഇതൊരു കുടുംബത്തിൽ നടക്കുന്നൊരു വഴക്കാണ്. ഈ വഴക്കാണ് ഇതിൻ്റെ തമാശ. ശരിക്കും നമ്മുടെ കുടുംബ വഴക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ട്രാജഡി ആയിരിക്കും. ഇത് ഈ വഴക്കെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുന്ന നമുക്കൊരു എന്താ പറയുന്നത്, ചോദ്യം ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരം കൗണ്ടർ പറയലല്ലല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് ഈ വഴക്കിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് അന്നേരത്ത് നമുക്ക് ചിരിക്കാനേ പറ്റുള്ളൂ. എടുത്തെടുത്ത് പറയാൻ പറ്റില്ല. കാരണം അത് ഓർമ്മ നിൽക്കില്ല. അത്രക്ക് മാത്രം കൗണ്ടറുകളും തമാശകളും ഈ ഒരു കലഹത്തിലുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു. ഈ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ വീടിൻ്റെ കാര്യം പറയുന്നത്, ഫാമിലിയുടെ കാര്യം പറയുന്നത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല കൗണ്ടറുകളുണ്ടായിരുന്നു. 3 പേരും ഗംഭീരമായിരുന്നു കേട്ടോ.
മൂന്ന് പേരും ഗംഭീരമായിരുന്നു. പിന്നെ ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ഒരു ക്ലൈമാക്സ് ആരും കാണിച്ചിട്ടില്ല. ഡയലോഗും ഇല്ല, ആക്ഷനും ഇല്ല, ഒന്നുമില്ലാണ്ട് എനിക്കത് കാരണം അത് മതിയെന്ന് തോന്നുന്നു. കാരണം ഒന്നാമത് പിണങ്ങി വന്ന് നിൽക്കുന്നു, ഇവിടുന്ന് റിലീസ് ചെയ്യിപ്പിക്കാന്നുള്ള ഇങ്ങേരുടെ കാര്യം ആ സമയത്ത് കിട്ടിയ പോയിന്റിൽ പിടിച്ചാക്കിയില്ലെങ്കിൽ പിന്നെ നടക്കൂല. ആ നടന്ന കാര്യം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്ലൈമാക്സ്. ആദ്യം മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. മൂന്ന് പേരും ഗംഭീരമായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. മനോജ്, സുമി, അജേഷേ, മൂന്ന് പേരും കേട്ടോ. കാര്യം ഇതിനകത്തൊരു കളി എന്ന് പറയുന്ന ലൈഫായിരുന്നു. കാര്യം നമ്മൾ തുടക്കത്തിൽ നിങ്ങൾ പതുക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരു തീ കൊളുത്തിയിട്ട് പിന്നെ വിളയാട്ടമായിരുന്നു കേട്ടോ. നിങ്ങളുടെ മൂന്ന് പേരും നിങ്ങൾ പറന്ന് നിൽക്കുകയായിരുന്നു തന്നെ പറയാം. ഇതിന് ഏറ്റവും അധികം കൈയടി തരേണ്ടത് മനോഹരമായ ക്ലൈമാക്സ് ആണ്. അതിനൊരു ഉഗ്രം കൈയടി, ആരും ചിന്തിക്കാത്ത ഒരു ഉഗ്രം ക്ലൈമാക്സിൽ കൊണ്ട് നിർത്തിയെന്നുള്ളതാണ്. പിന്നെ അജേഷ് ഇങ്ങോട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ മൂന്ന് പേരുടെ ഒരു കോമ്പിനേഷൻ പരിപാടിയുണ്ട്. നമ്മൾ ഈ മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു ആ പടത്തിലൊക്കെ ഈ മറ്റേ അമ്പിളിച്ചേട്ടനും കുതിരടൊമ്പ് ചേട്ടനും തമ്മിലുള്ളൊരു വഴക്കിൻ്റെ പരിപാടിയുണ്ട്. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഉടക്കം അങ്ങോട്ട് മൂർച്ഛിച്ചിട്ട് നമുക്ക് ചിരി വന്ന സത്യം പറഞ്ഞാൽ മനോജ് ഈ സുമിയും അജേഷും അവിടെ നിന്ന് വഴക്ക് പിടിക്കും, മനോജ് ഒറ്റയ്ക്ക് നിന്നൂടെ വഴക്ക് പിടിക്കുന്ന സാധനം നമ്മുടെ പിടിവിട്ടുപോയി. കാര്യം അത് നിങ്ങളുടെ പെർഫോമൻസ് കൊണ്ടാണ്. പിന്നെ കല്യാണം വിളിച്ചപ്പോൾ സുമിയുടെ ചേഞ്ച് ഓവർ ഭയങ്കരമായിരുന്നു. നിങ്ങൾ കല്യാണം കഴിക്കുമല്ല മനുഷ്യ. അപ്പം നമ്മൾ വിചാരിച്ചത് വേറെ രീതിയിലേക്ക് പോവുകയാണ്, ഇത് വേറെന്തോ പരിപാടിയിലേക്ക് പോവുകയാണ്. പക്ഷേ അതും നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്ക് അതൊരു റൗണ്ട് ചെയ്ത് നിർത്തി എന്നുള്ളതാണ്. ഇതൊരു വേറൊരു ടൈപ്പ് പരിപാടിയാണ് കേട്ടോ. കാരണം ഈ നമ്മൾ സ്ഥിരം കാണുന്ന പാറ്റേണിൽ നിന്ന് മാറി നിങ്ങൾ ചിന്തിച്ച് അത് നന്നായിട്ട് പ്ലേ ചെയ്തു എന്നുള്ളതാണ്. അജേഷൊക്കെ ഇന്ന് ഗംഭീരമായിട്ട് ചെയ്തു അജേഷ്. കാര്യം അത് ആ ക്യാരക്ടർ എന്ന് പറയുന്ന പ്രത്യേകതയുള്ള ക്യാരക്ടർ. അത് ചീറ്റിപ്പോയാൽ നമ്മുടെ പണി മൊത്തം പാളി പോകുന്നുള്ളതാണ്. എല്ലാം വളരെ മനോഹരമായിരുന്നു, അടിപൊളിയായിരുന്നു. കാര്യം നിങ്ങളുടെ സ്ഥിരം പാറ്റേണിൽ നിന്ന് മാറി ഒരു ആക്ഷൻ പരിപാടി ചെയ്തു, അത് സക്സസ് ആയി. അത്ര എനിക്ക് പറയാം. ഓക്കെ, പ്രസാദ. പ്രചോദയം ഒന്നും പറയാനില്ല കേട്ടോ എനിക്ക്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും സെറ്റുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഗംഭീരമായിട്ട് പറഞ്ഞു. ഗംഭീര സ്കിറ്റ്. പിന്നെ അകത്തുള്ള കൗണ്ടേഴ്സ് ഒന്നൊന്നായിട്ട് പറയണമെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ മെമ്മറിയിലൊന്നും നിൽക്കുന്നില്ല. ഈ മെമ്മറിയിൽ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് സൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ മനോജിൻ്റെ കൂടെയാണ് ചെറുമോൾ നിൽക്കുന്നതെങ്കിൽ പോലും പുള്ളിക്കാരന് താല്പര്യം പോകണമെന്ന് തന്നെയാണ്. കാരണം വരുമ്പോൾ തന്നെ പുള്ളി ഹിൻഡ് ചെയ്യുന്നുണ്ട്. നാട്ടുകാർ ചോദിച്ചു തുടങ്ങി എന്താ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പം തന്നെ മോളെ ഇളക്കുന്നുണ്ട് പുള്ളിക്കാരൻ. ആ ഇളക്കലിൻ്റെ ക്ലൈമാക്സാണ് നമ്മൾ കണ്ടത്. അവസാനം വലിച്ചെറിഞ്ഞ് അങ്ങോട്ട് വിടുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ തുടക്കം തന്നെ നിങ്ങൾ അതിൻ്റെ ഒരു ഹിൻഡ് ഇട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഒരു മറ്റൊരു വലിയൊരു ബ്രില്യൻസ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. ആ പശുവിനെ വെള്ള ചുറ്റിച്ച് അവിടെ കൊണ്ടുപോയി എന്ന് പറയുന്നു ഒറ്റ സ്ട്രെച്ചിന് അങ്ങോട്ടേക്ക് വിട്ടു എന്നുള്ളത് അത് ഭയങ്കര പവർഫുൾ ഡെലിവറി ആയിരുന്നു കേട്ടോ. ആ പശുവിൻ്റെ കാര്യം പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മുടെ കാലഘട്ടത്തെക്കുറിച്ച്, പച്ചക്കറി വിലയെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് ചെറുതായിട്ട് തുടങ്ങി ഒരു ആക്ഷേപഹാസ്യമൊക്കെ എൻ്റെ തുടക്കമുണ്ട്. അതും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ബ്രില്യൻസ്. എല്ലാം കൊണ്ട് ഓക്കെയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ക്ലൈമാക്സ് ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ എൻ്റെ ഭാഗം കൂടെ പറയുകയാണ്, ഉഗ്രൻ ക്ലൈമാക്സ്. ആ പോസ് തകർപ്പനായിരുന്നു. അപ്പം ഇനി മാർക്ക് കൂടെ കൊടുക്കാം. അപ്പം ഞാനൊരു 12,000 മാർക്ക്, 12 മാർക്ക്. ഞാനൊരു 15,000. ഓക്കെ, അപ്പോൾ ടോട്ടൽ 27 ആയി. 27 ആയി. ബാക്കി ഞാൻ അയച്ചാക്കാം. ബാക്കി നോക്കിയോ, തിരിഞ്ഞോ? അതൊന്ന് ഞെട്ടി അല്ലേ? പറയൂ മനോജ്, സുമി, അജേഷ്. വളരെ സന്തോഷമുണ്ട്. തന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു സംഭവം കിട്ടിയത്. ഏതൊക്കെ രീതിയിൽ കൊണ്ടുപോകാന്ന് ചിന്തിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ഞങ്ങളുടെ ഒരു യൂണിറ്റിയുടെ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആ വിജയം കണ്ടെത്തുന്നത്. നമ്മുടെ ഒരു കഥാപാത്രത്തിനെ ഇപ്പോൾ സുമിയോട് അജേഷോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉൾക്കൊള്ളും. ദൈവത്തിന്റെ കൃപയായിട്ട് ഇങ്ങനെയൊക്കെ പോവാണ്. സുമി, ഒരു സ്പെഷ്യൽ താങ്ക്സ് അർജുൻ സാറിന്. ഇത് ബിഹൈൻഡ് ദ സീനാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഷൂട്ട് ഓർഡർ ഉണ്ടല്ലോ, അപ്പൊ ഞങ്ങൾക്ക് ഇതിന് മുന്നേ ഇവിടെ കയറേണ്ടതായിരുന്നു. അപ്പൊ ഒരു റിഹേഴ്സൽ, ഒരു ക്ലൈമാക്സിന്റെ ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ സാർ അതിന് സമയം തന്നു. അതുകൊണ്ടാണ് ഇത്രയും പെർഫെക്റ്റ് ആക്കി ഇപ്പൊ ഇവിടെ ചെയ്യാൻ പറ്റിയത്. ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ മനോജേട്ടനാണ് കൂടുതലും വർക്ക് ചെയ്ത്, പിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. ക്ലൈമാക്സ് മനോജേട്ടന്റെ അജേഷ് ഏട്ടന്റെയും കൂടിയാണ്. ഇത് തന്ന സാധനം ഞാൻ തെറ്റിക്കാതെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കളിച്ചൊരു കൗണ്ടർ പിന്നീട് അടുത്ത സ്കിറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ സ്കിറ്റ് നമ്മൾ നോക്കി, ഏത് സ്കിറ്റ് നോക്കിയാലും ഒരു സ്കിറ്റ് നിങ്ങൾ അടുത്തേക്ക് വരുമ്പം പഴയ സ്കിറ്റിന്റെ ഒരു കൗണ്ടർ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അല്ല പ്രചോദയം, കഴിഞ്ഞതല്ല ഇവരുടെ ഇതുവരെ എടുത്ത് നോക്കിയാൽ പോലും ഒരെണ്ണത്തിലും റിപ്പീറ്റേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതെ, ഒത്തിരി സന്തോഷം. ഈ പറഞ്ഞ പോലെ നമ്മൾ ഫാമിലി സ്കിറ്റുകളാണല്ലോ കൂടുതലും ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും ജോണർ മാറ്റി ചെയ്താൽ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഒന്നുകിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ മെസ്സേജ് അയക്കും, നിങ്ങൾ ഫാമിലി ചെയ്താൽ മതി. അപ്പോൾ ചിലപ്പോൾ 1-2 സാധനം അങ്ങനെ നമ്മളൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഈ ജോണർ മാറിയപ്പോഴേ. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ഫാമിലിയിലോട്ട് കയറുമ്പം
എന്തെടുക്കാനാണ് ഞങ്ങള് മരണം ചെയ്തു, പിറന്നാൾ ചെയ്തു, 28 ചെയ്തു, കല്യാണം ചെയ്തു, ഫാമിലിയിൽ ഒരു കാര്യം പോലും ഇല്ല ചെയ്യാൻ. അപ്പം ഇനിയും ചെയ്യാൻ പറ്റുന്ന അതിന്റെ ക്യാരക്ടറുകൾ മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് വന്നതാണ് അപ്പൂപ്പന്റെ അടുത്തോട്ട് കൊച്ചുമോള് പിണങ്ങി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സൈന്ധവിന്റെ അച്ഛനുണ്ടല്ലോ സനീഷയുടെ ഞാൻ സ്കിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കൗണ്ടറൊക്കെ സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞപ്പോൾ അവർ നല്ല രീതിയിൽ റൗണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കും താങ്ക്സ് സാറിനും എല്ലാവർക്കും, പിന്നെ നമ്മുടെ ഓഡിയൻസ് ആരും താങ്ക് യു എല്ലാവർക്കും. സുമി ആൻഡ് അജേഷ്. അപ്പോൾ വീണ്ടും കാണാം. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറയിൽ നമ്മുടെ നാട്ടിലെ കോമഡിക്കാർ എന്ന് പറയുന്ന സെഗ്മെന്റിലേക്ക് 3 ആർട്ടിസ്റ്റുകൾ വരികയാണ്. പുതിയ ആളുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് അല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. വരുന്നവരെല്ലാം നല്ല മികവായിട്ട് പ്രോഗ്രാം ചെയ്യുന്നവരാ. ഇപ്പൊ വന്നാക്കണ ഏറ്റവും അവസാനം നിന്നാക്കണ ആള് വരെ. അപ്പൊ ഈ പുതിയ ടീമിനെ നമുക്ക് വിളിക്കൂ. ഷിജില, പ്രീത ആൻഡ് രേഷ്മ. അതെ, 2 വർഷമായി ഞാൻ ഈ ചിട്ടി നടത്തുന്നു. ചിട്ടി കിട്ടിയവർക്ക് പൈസ അടക്കം ഭയങ്കര ബുദ്ധിമുട്ടാ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ ചേച്ചി. ആ രമണി. ആ പറ ചേച്ചി. ഇന്ന് ചിട്ടിയാണെന്ന് അറിയാവോ? അറിയാലോ. ചിട്ടി അടക്കേണ്ട ദിവസമാണെന്ന് അറിയാം അല്ലേ? അതും അറിയാം. അപ്പൊ നിന്റെ ചിട്ടി ഇവിടെ കാണുന്നില്ല പൈസ. അയ്യോ ചേച്ചി, എന്റെ ഭർത്താവിന് തീരെ സുഖമില്ല. എന്ത് പറ്റി? നല്ല തലവേദനയാ. അതെ, നീ വേഗം വന്ന് പൈസ ഇങ്ങോട്ടക്ക്. തലവേദനന്റെ കാര്യം പറയാതെ. വനജേ, അല്ല, നീ ഇന്നലെ കാശ് തന്നതാണല്ലോ. ആണ്. ഞാനേ എന്നെ ഒന്ന് കാണാൻ വന്നതാ. അയ്യോ, നീ മുടിയൊക്കെ സ്മൂത്തിനൊക്കെ ചെയ്ത് സുന്ദരി ആയിരിക്കുന്നല്ലോടി. ഈ മാസത്തെ ചിട്ടി നിനക്ക് വേണമായിരിക്കും അല്ലേ? എങ്ങനെ മനസ്സിലായി? അല്ല, നീ എന്റെ സ്മൂത്തിൽ കയറി പിടിച്ചപ്പോ മനസ്സിലായതാ. അല്ലടി, എനിക്ക് കുറച്ച് കാശിന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അതെ, ഈ ലോകത്തില് എല്ലാവർക്കും കാശിന് നല്ല അത്യാവശ്യമുണ്ട്. അതൊന്നും അല്ലടി, എന്റെ നാത്തുന്റെ ഇളയ അനിയന്റെ കല്യാണേ വരുന്ന ആഴ്ച. എനിക്ക് ബ്യൂട്ടി പാർലർ പോയി ഒന്ന് ബോട്ടക്സ് ചെയ്യണം, നല്ലൊരു പട്ടുസാരി വാങ്ങണം, അങ്ങനെ കുറച്ച് ആവശ്യങ്ങളുണ്ട്. നീയേ ഈ ചിട്ടി എനിക്കൊന്ന് മറിച്ചു താ. ഈ വനജ നേരെ വാ, നേരെ പോ. ഈ വനജക്ക് ചിട്ടി എന്ന് പറഞ്ഞ ജീവനെന്ന് നിനക്കറിയാലോ. അത് കഴിഞ്ഞ് ഭർത്താവും മക്കളും എല്ലാം ഉള്ളൂ. എടി, വെറുതെ ഒന്നും വേണ്ട. ഈ ചിട്ടി തന്ന അതിന്നൊരു 10,000 നിനക്ക് അങ്ങോട്ട് തന്നേക്കാം. സുമേ, 10,000 എന്ന് പറയുമ്പോ മയങ്ങി വീഴുന്ന പല പെണ്ണുങ്ങളും നീ കണ്ടിട്ടുണ്ടാവും. വനജേ, നീ അങ്ങനെ കാണരുതേ. ഇല്ല. എന്നാ നീ കാണണം. കൊള്ളാലോ. അപ്പൊ ചിട്ടി കഴിഞ്ഞ ഭർത്താവും മക്കളും എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല, അവർക്കും കൂടി വേണ്ടിയാണല്ലോ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. ഓ അങ്ങനെ. എടി, കഷ്ടപ്പാടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തേ, നീ ചിട്ടിയൊക്കെ നടത്തി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ. അപ്പൊ നിന്റെ കെട്ടിയോ നിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തില്ലടി? ഇല്ലടി. അതെ, ഭർത്താവായോണ്ട് പറയാൻ പറ്റുമോ അറിയില്ല, എന്നാലും ഞാൻ പറയാം. അയാളെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലടി. അയാൾ വെറും വാഴയാ. വാഴയോ? എടി, നിന്റെ ഭർത്താവിനെ കൊണ്ട് അങ്ങനെയൊക്കെ പറയാവോ? അയ്യോ, വാഴാന്ന്. വാഴയെ കൊണ്ട് നമുക്ക് എന്തെല്ലാം ഉപകാരമുണ്ട്. വാഴക്കൊലതനും വാഴക്കാമ്പ് കൊണ്ട് തോരൻ വെക്കാം, വാഴപ്പിണ്ടി കറി വെക്കാം, വാഴനാര് പോലും ഉപയോഗപ്രദമാണ്. ഇത്രയും ഉപയോഗമുള്ള വാഴയെ നിന്റെ കെട്ടിയോനായി താരതമ്യം ചെയ്യാവോടി? എന്റെ കെട്ടിയോനെ കുറിച്ച് പറഞ്ഞ എനിക്കെന്താ ഇത്ര പൊള്ളൽ? അതൊക്കെ എന്റെ കെട്ടിയോൻ രാവിലെ 5:30 ഉണരും. അയ്യോ, എന്ത് പണിയും ചെയ്യും. യാതൊരുവിധ കൂട്ടുകെട്ടുകളോ അനാവശ്യ കുടിയോ വലിയോ ഒന്നും തന്നെ ഇല്ല. കൃത്യസമയത്ത് ഉണരും, കൃത്യസമയത്ത് ഉറങ്ങും. ഇവളെ വർത്താനം കേട്ട വിചാരിക്കോ വീട്ടിലാണ് ജയിലില്. എവിടെ ആയാലെന്താ, കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ? അതൊക്കെ പോട്ടെ, എന്റെ ഭർത്താവിന്റെ മഹിമ പറഞ്ഞിരിക്കാണ്ട് നീ നേരത്തെ പറഞ്ഞ കാര്യം പറ. എന്ത് കാര്യം? 10,000 ചിട്ടി എനിക്ക് തന്ന 10 നിനക്ക്. ഉറപ്പാണല്ലോ? ഉറപ്പ്. ഈ സുമക്കോരി വാക്കേ ഉള്ളൂ. ഞാൻ മറിച്ചു തരാം. പക്ഷെങ്കിൽ ഇത് ഓൺലൈനായിട്ട് നടക്കുന്ന കുറിയല്ലേ. അപ്പൊ ഞാൻ എങ്ങനെ നിന്റെ പേരിടും? എടി, നീ ഇതങ്ങോട്ട് പിടി. ഇത് തുറന്ന് കുലുക്കി ഏതെടുത്താലും സുമ. അപ്പൊ ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചതല്ലേ?
അയ്യോ എന്റെ അമ്മായിയമ്മ എടി ഈ തള്ളിന്ന് എന്നതിന് ഇങ്ങോട്ടേക്ക് പോയിരുന്നേ. നിന്റെ അമ്മായിയമ്മ ഇവിടെ ചിട്ടിക്കൊണ്ടടി. എടി നീ എന്തേലും പറഞ്ഞൊന്ന് ഒഴിവാക്കി വിട. ഞാനേ ഒന്നങ്ങോട്ട് മാറിയിരിക്കാം. വനജമോളെ, ഓ നറുക്കിന്റെ സമയായോ? ഇല്ല, ആവാൻ പോതേ ഉള്ളൂ. അയ്യോ, സുമ വന്നിട്ട് പോയോ? മരുന്ന് കുടിച്ചപ്പോ വന്ന ചുമ അങ്ങ് പോയി. അയ്യോ, നിന്റെ ചുമയുടെ കാര്യല്ല, എന്റെ മരുമോള് സുമ ഇവിടെ വന്നിരുന്നോന്ന്. അവള് വരുന്നത് കണ്ടേ. അവള് പോയോ? പോയി. അതെ, എന്റെ മരുമോളായതുകൊണ്ട് പറയല്ല കേട്ടോ, എന്തോരം കഴിവുള്ളവളാന്നറിയോ. മരുവോളെ കുറിച്ച് ഇപ്പെങ്കിലും നല്ലതെന്ന് പറഞ്ഞല്ലോ. അയ്യോ, പിന്നെ പറയണ്ടേ, അതെ, അവൾക്ക് എഴുതാനുള്ള കഴിവുണ്ട്. സ്ക്രിപ്റ്റ് വരെ അവൾ എഴുതും. സിനിമ? ഹേയ്, സിനിമേനെ കുറിച്ചല്ല, എന്നെ പറ്റി ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കാനേ അവള് ഭയങ്കര മിടിക്കാ കേട്ടോ. പക്ഷേ അവളതെന്റെ മോനോട് പറഞ്ഞ് ഫലിപ്പിക്കുന്നത് കേക്കണം. ജിത്തു ജോസഫ് പോലും തോറ്റു പോകും. അയ്യോ, മരുമോളെ കുറിച്ചൊന്നും ഇങ്ങനെ പറയല്ലേ. അയ്യോ, മരുമോളെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞേ പിന്നെ നമ്മളൊക്കെ എന്തിനാ അമ്മായി അമ്മ എന്നിട്ട് നടക്കുന്നത് അല്ലേ? അതവളെ പോട്ടടി. ഒരു കാര്യം ചെയ്യാം, നീയേ എനിക്ക് ഈ ചിട്ടി ഒന്ന് തരണം കേട്ടോ. അയ്യോ, അത് പറ്റില്ല. അതെന്താ? അല്ല, നറുക്ക് വിടാ, ഞാൻ തരൂ. തരൂ. നീ ഇത് പിടിക്ക. അതെന്താന്ന് വെച്ചാലേ, എനിക്ക് നറുക്ക് വേണം. ഇതില് എല്ലാം എന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഒരു വീട്ടിന്ന് ഒരേപോലെ ചിന്തിക്കുന്ന 2 പേര്. അതെ, നീ ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. അതെ, എനിക്ക് ഈ നറുക്ക് വ്യൂ ആണെങ്കിലേ ഒരു 10,000 നിനക്ക് ഞാൻ തരും. അയ്യോ, അതും സെയിം. നിങ്ങൾക്ക് എന്തിനാ ഈ പൈസ? അതെ, വേണം. എന്ത്? എനിക്ക് ടച്ച് ഫോണ് വേണമെന്ന്. എന്ത് കാര്യത്തിന്? അതെ, എനിക്കൊന്ന് വൈറൽ ആവണം. യൂട്യൂബ് ചാനൽ എടുത്തിട്ട് എനിക്കൊന്ന് വൈറൽ ആവണം. എടി, നീ എനിക്ക് താടി. ദേ, എനിക്ക് വൈറലായിട്ട് എന്റെ മരുമോളിലെ അസൂയയും കുശുമ്പും കുഞ്ഞാമേന്ന് നടക്കുന്ന എന്റെ മരുമോളുടെ മുന്നില് ദേ അവളെ ഞാൻ 4 നല്ല വർത്താനം ഞാൻ പറയും. അവളിങ്ങോട്ട് വരട്ടെ. നിങ്ങൾക്ക് എന്നോടല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ? അയ്യോടി, നിന്റെ എന്ത് കണ്ടിട്ടാ ഞാൻ അസൂയപ്പെടേണ്ടത്? ആഹാ, അവളിവിടെ ഉണ്ടായിരുന്നല്ലേ? അയ്യോ, ഒരു സുന്ദരി കോത. എടിയേ, നീ എന്റെ മോന്റെ പകുതി ശമ്പളം എടുത്തിട്ട് ഈ മേക്കപ്പ് ഒക്കെ വാങ്ങുന്നത്? ആണ്. ബാക്കി പകുതി എന്തിനാ തള്ളേ? നിങ്ങൾക്ക് മുറുക്കം വാങ്ങാനല്ലേ? കാണക്കായി പോയി. അത് എന്റെ മോനോടാ. എടി വനജ, നീ നടക്കിട്ട്. ഞാൻ പറയുന്നത് കേൾക്ക്. ഞാനാണ് ഇവിടെ ആദ്യം വന്നത്. ഞാനാണ് നിനക്ക് ആദ്യം 10,000 തരാമെന്ന് പറഞ്ഞത്. ആ 10,000 എപ്പോ? അത് നേരത്തെ. അതെ, ഒരു കാര്യം ചെയ്യാം, ആ 10ന്റെ കൂടെ ഞാനൊരു 500 കൂടിയാ 10,500 തരുവാ? ആ, തരും. അന്ന് പിന്നെ ഞാൻ എടുക്കാം. 10,500. 11 തരുവോ? അതെ, 11,000 തരും. എങ്കില് 11,500. 11,500 പോരട്ടെ. 11,500 ഇതാ ഉറപ്പിക്കാൻ പോലെ. ഞാൻ ഉറപ്പിക്കുന്നത് 12. അതെ, 12 ഉറപ്പിക്കാൻ പോകുന്നു. ഇല്ല, 13. 13 ഞാൻ ഉറപ്പിക്കാം. സുമേ, ഞാൻ ഉറപ്പിക്കും. 13 ഉറപ്പിക്കുക. ഇതാ 1 തരം, 2 തരം, 15. അതെ, അമ്മയമ്മയെ തോൽപ്പിച്ചുകൊണ്ട് ഇതാ മരുമോൾ മുന്നേറുകയാണ്. ഇതാ 16. അതെ, അമ്മായിയമ്മ ഇതാ കടത്തി വെട്ടിച്ചിരിക്കുന്നു. 16. സുമേ, 16. 1 തരം, 2 തരം, 18. ഇത് അമ്മായിയമ്മ മരുമോൾ തോൽപ്പിച്ചിരിക്കുന്നു. 18. 20 പോരട്ടെ. 1 തരം, 2 തരം, സുമ പോരട്ടെ. 22. ഇതാ സുമേ, 22 അമ്മായിയമ്മ പിടിച്ചിരിക്കുന്നു. ഇതാ സുമ തോറ്റു മടങ്ങുകയാണ് സോദരി പറേ. ഇതാ സുമ തോറ്റു മടങ്ങുന്നു. 22. 1 തരം, 2 തരം, 3 തരം, 25. ഞാനിപ്പോ ഉറപ്പിക്കേ. 1 തരം, 2 തരം, 30. അതില്ല. എന്തുകൊണ്ട്? ചിട്ടി 25 ഉള്ളൂ. അയ്യോ,
25 ഉള്ളോ? അയ്യോ സാറില്ല, ഞാൻ ചിട്ടിന്ന് പിന്മാറി കേട്ടോ. അയ്യോ പാവം എന്റെ മരുമോളെ, ആ 25 നീ അവൾക്ക് കൊടുത്തേക്ക്. പിന്നെ ഇല്ലേ ആ 25 തിരിച്ചു മേടിക്കണം കേട്ടോ. അതെ സുമേ, 25,000 നിനക്ക് അടിച്ചിരിക്കുന്നു. കൺഗ്രാറ്റ്സ്. അപ്പൊ എന്റെ 25 നിന്റെ 25 ആരോട് കടം വാങ്ങിയിട്ടാണെങ്കിലും ഞാൻ തന്നിരിക്കും. ഈ സുമയ്ക്ക് വാക്ക് ഒന്നേ ഉള്ളൂ. എന്നാലും സാരമില്ല, എനിക്ക് ഈ തള്ളി തോപ്പിക്കാൻ പറ്റില്ല, അത്ര മതി. അയ്യോ ഞാൻ തോറ്റാൽ എന്ത്, അവിടെ 25 പോയില്ലേ. ഇതെന്തൊരു മരുമകളും അമ്മായിയമ്മയും. രേഷ്മ, ഷിജില, പ്രീത, ഓ അടിപൊളിയായിരുന്നു കേട്ടോ, പൊളിച്ചു. ഐറ്റം പറയലെ ഹിറ്റ് സെഗ്മെന്റ് ആണ് നാട്ടിലെ കോമഡിക്കാർ. ആ നാട്ടിലെ കോമഡിക്കാരിൽ ഓഡിയേഷൻ കഴിഞ്ഞ് സെലക്ഷൻ കിട്ടി 3 പേര് ഇവിടെ നിൽക്കുകയാണ്. പരിചയപ്പെടാം. നമ്മൾ അവിടെ നിന്ന് തുടങ്ങാണ്. ഞാൻ പേര് പറഞ്ഞത് ഔദ്യോഗികമായിട്ട് നിങ്ങളുടെ പേര് പറയുന്നേ ഉള്ളൂ. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വിജിക്കുട്ടാ ചോദിച്ചോളൂ. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. എന്റെ പേര് ഷിജിന സുരേഷ്. ഷിജിന, സുരേഷ്. സ്ഥലം തലശ്ശേരി, കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി. പുള്ളി എന്ത് ചെയ്യാണ്? പുള്ളി മുംബൈയിലാണ്. മുംബൈയിലാണ്, ബിസിനസ് ആണ്. മക്കൾ എത്ര പേര്? ഒരു മോള്, അവള് മസ്കറ്റിലാണ്. മസ്കറ്റിലാണ്. JW മാരിയറ്റ്. ഷിജിലേക്ക് എന്താണ് ജോലി? ഞാൻ ആക്ട്രസ് ആണ്. ഫിലിമില്ലേ? അതെ. അഭിനയിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പം നിങ്ങൾ 3 പേര് ഒന്നിച്ച് വന്നാണോ അതോ ഒന്നിച്ച് വന്നാ? അപ്പൊ അന്ന് ഈ സ്കിറ്റ് ചെയ്തിട്ടാണോ വന്നത് അതോ ഇവിടെ വന്നിട്ടാണ് സ്കിറ്റിന്റെ? അന്ന് വേറെ ചെയ്തു, ഇതിപ്പോ വേറെ. നിങ്ങൾ അടുത്തടുത്താണോ താമസിക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത്. നിങ്ങൾ പഴയ ഫ്രണ്ട്സ് ആണ്? പഴയ ഫ്രണ്ട്സ് ആണോന്ന് ചോദിച്ചാ സത്യം പറയാം, രേഷ്മയ്ക്ക് ഈ ഇവിടത്തേക്ക് ഈ ഫ്ലോറിലേക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ 2 വർഷം മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാ, കോമഡി ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു. എനിക്ക് പറ്റില്ല, ഞാനില്ല പറഞ്ഞു. അപ്പൊ ഇപ്പൊ അടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പോകണം എന്തായാലും എന്നൊക്കെ പറഞ്ഞ് കുറെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ വെച്ച് എന്ത് വന്നാലും ചെയ്യോ പറ്റോ ഇല്ലോ ഒന്നും അറിയില്ല, ഇനി ഞാൻ വരാം എന്ന് പറഞ്ഞു. ഈ രേഷ്മയുടെ ആഗ്രഹം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാല് നിങ്ങൾ അല്ലെ വരാൻ തന്നെ തീരുമാനിച്ചല്ലേ? അതെ. ആ രേഷ്മക്ക് അപ്പൊ എന്താ ഏത് തുടങ്ങിയാണ് ഇത് കണ്ടു തുടങ്ങിയത്? അത് കൊറോണക്ക് ശേഷം വീട്ടില് ഹസ്ബൻഡ് KSRTC വർക്ക് ചെയ്തു. അപ്പൊ മൂപ്പർ എനിക്ക് നല്ല സപ്പോർട്ട്. ഞാൻ കല്യാണത്തിന് ശേഷമാണ് ഈ ആക്ടിങ്ങിലേക്ക് വന്നത്. പുള്ളിക്കാരൻ കുറച്ച് എഴുത്തും സംവിധാനം ചെറുതായിട്ട് മൂപ്പറെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തുന്നത്. അപ്പോ കൊറോണ KSRTC വർക്ക് ചെയ്യും, സ്റ്റേ ആണല്ലോ. അപ്പോ വീട്ടിലങ്ങനെ തനിച്ച് ആയ സമയത്ത് ഞാനും മക്കളും മാത്രമായ സമയത്ത് ഞാനിങ്ങനെ ഫോണിൽ നിന്ന് ഇങ്ങനെ കോമഡി കണ്ടോണ്ടിരിക്കും. പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു ആഗ്രഹം, പിന്നെ അതൊരു ഭ്രാന്തായി മാറി. ഇതേ അടങ്ങൂ. ഓ അത് ശരി, അത്രക്ക് ഭ്രാന്തായിരുന്നു നമ്മുടെ ഇവിടെ വരണമെന്നല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഷിജിലിന അങ്ങനെ ഞാൻ കോമഡിക്ക് വേണ്ടിട്ട് ഇങ്ങനെ സ്ക്രിപ്റ്റിന് വേണ്ടി ഇങ്ങനെ അലയാൻ തുടങ്ങി. അപ്പൊ ഹസ്ബൻഡ് എഴുതെങ്കിലും ഞാൻ പറഞ്ഞപ്പോ കോമഡി എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് വരുന്നതല്ലല്ലോ. പിന്നെ എനക്കൊരു വാശിയായി, വരണം എന്നല്ല ഞാൻ എഴുതൂന്ന്. അങ്ങനെ ഞാൻ ഒരു 2-3 സ്ക്രിപ്റ്റുകൾ അറിഞ്ഞൂടെ എങ്ങനെ എഴുതേണ്ടത് അതിന്റെ രീതിയും അറിയില്ല. അപ്പോൾ അതാണ് ഞാൻ നമ്മളിവിടെ ഓഡിഷന് വന്ന സമയത്ത് സമർപ്പിച്ചത്. പക്ഷെങ്കിൽ എനിക്ക് ഇതിനോട് തോന്നിയൊരു ഭ്രാന്ത് ഇതുവരെ ഒന്നിനോടും തോന്നിയിട്ടില്ല. അതാണ് ഐറ്റം വേറെ. നാട്ടിലെ കോമഡിക്കാർ എന്ന് പറയുന്ന ഐറ്റം വേറെ ഏറ്റവും വലിയ ഗുണം അതാണ്. രേഷ്മ മക്കളുടെ പേര് പറഞ്ഞില്ല, ഭർത്താവിന്റെ പേര് പറഞ്ഞില്ല. അകൽ ഹഷ്മി, 2 ആൺമക്കളാണ്. അകൽ ഹഷ്മി, ആത്രി ഹഷ്മി. ഏത് ക്ലാസ്സൊക്കെയാണ്? എത്രാം ക്ലാസ് പഠിക്കുന്നു? മൂത്ത മകൻ 10ാം ക്ലാസ്സിൽ, ഇപ്പൊ 10ലേക്ക് കയറി. രണ്ടാമത്തെ മകൻ 3ാം ക്ലാസ്സിൽ. ഹസ്ബൻഡ് അനിൽ K നിള എന്നാണ് അറിയപ്പെടുന്നത്. ഇനിയാണ് നമ്മൾ വരാൻ പോകുന്ന നൈറ്റ് ഇട്ട ആൾ. ഒരു എൻട്രി ഭയങ്കരമായിരുന്നു. അമ്മായിമ്മ പറയൂ വിശേഷങ്ങൾ. പേര് തുടക്കം. എന്റെ പേര് പ്രീത. ഞാൻ കണ്ണൂർ ജില്ലയിലെ തന്നെ തലശ്ശേരി പിണറായി. അത് ശരി, അടിപൊളി. പിണറായി. 2 മക്കളാണ്. കുട്ടികൾ എത്രയായി? ഒരാൾ പഠിക്കുന്നു, ഒരാള് AC മെക്കാനിക്. കുട്ടികളുടെ പേരെന്താണ്? ഒരാള് പേര് പ്രയാഗ്, ഒരാള് പ്രണവ്. ഓക്കെ. ഞാൻ പ്രീത പിണറായി എന്നാ അറിയപ്പെടുന്നത്. ആണോ? അടിപൊളി. ഞാൻ ചെറിയ നാടകങ്ങൾ ചെയ്യും, നാടകത്തിലുണ്ട്. അതെ, എപ്പോഴെങ്കിലും ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ വേദിയിൽ വന്ന് നിൽക്കണം, ഈ ഫ്ലോറിൽ വന്ന് നിൽക്കണം, ഐറ്റം വേറയിൽ വന്നോന്നൊക്കെ? അയ്യോ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട്. എനിക്ക് കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവസരം കിട്ടോ ഇല്ലയോ എന്നിട്ട് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ ഇവളൊരു ദിവസം എന്നെ വിളിച്ചു. അപ്പൊ ഞാനും വരാന്നൊക്കെ പറഞ്ഞു. വിചാരിക്കേണ്ട കാലിന് എന്താ പറ്റിയത്? ഞാൻ ജന്മനാ ഉള്ളത് ഹാൻഡിക്യാപ്റ്റാണ് സാറേ. ഞാൻ ഫസ്റ്റ് നാടകത്തിന് വന്നപ്പോഴേ അവര് പറഞ്ഞ ഈ കാല് വയ്യാത്ത പെണ്ണിനൊക്കെ ആരാ എടുത്തെന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്ക് വല്ല ഫീലിംഗ് ആയി. പക്ഷെ എന്നാലും ഞാൻ തോറ്റു കൊടുത്തിട്ടില്ല. എനിക്ക് എന്തായാലും ഇപ്പോഴും ഇന്നും ഈ നിമിഷം ഞാൻ സ്റ്റേജിലേക്ക് നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു.
അതാണ് പ്രീത. നാടകത്തിൽ അതാണ്. അഭിനയിക്കുന്നത് മാത്രമല്ല മലയാളികള് ലോകത്തുള്ള എമ്പാടുമുള്ള മലയാളികൾ മൊത്തം കണ്ടില്ലേ? അതെ. അല്ല ഇപ്പൊ നാടകം നമ്മൾ കുറെ കളിക്കണം. സത്യമാണ് നമുക്ക് എനിക്ക് ഇവിടെ വരണം. എന്നോട് അവരെന്നെ സ്ഥിരം വിളിക്കാൻ പറയണേ. പ്രീത സത്യമായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ കോമഡിക്കാർ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് തുടങ്ങിയതും നിങ്ങളെ പോലുള്ള ആർട്ടിസ്റ്റുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. കാര്യം ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്തൊരു വേദിയാണ്. ഈ വേദിയിലേക്ക് നിങ്ങളെ പോലുള്ള സാധാരണക്കാർ വന്ന് പെർഫോം ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഒരു അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളുടെ പേരിലാണ് നിങ്ങളൊക്കെ ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് അഭിപ്രായങ്ങളിലേക്ക് വരാം അല്ലേ? അപ്പം ചേട്ടാ, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ 3 പേരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ട് അടിപൊളിയാണ്. കാരണം നമുക്കറിയാം ഈ ഒരു കുടുംബം നടന്നു പോകുന്നത് ചിട്ടിയാവാം, ലോണാവാം, ഇങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നതാണ്. ആ ചിട്ടിയെ ബേസ് ചെയ്തൊരു സാധനം നിങ്ങളിവിടെ കൊണ്ടുവന്നു, നറുക്കെടുപ്പാണ്. അത് ഗംഭീരമായിട്ട് അമ്മായിമ്മയും മരുമകളും ഗംഭീരമായിട്ട് ഇവിടെ ചെയ്ത് തകർത്തു. യാതൊരു സംശയമില്ല, നല്ല രസമായിരുന്നു. അത് പ്രീതയുടെ എൻട്രി വന്നപ്പോഴേ ഞാൻ ബിജുക്കുണ്ണ നോക്കി. ബിജുക്കുണ്ണനെ ഞാൻ പറഞ്ഞു, ബിജുക്കുട്ട ഇത് തകർക്കും അല്ലേ? ഞാൻ പറഞ്ഞു, കാരണം വെച്ചാൽ അവിടെ നിന്നുള്ള വരവ് തൊട്ടൊരു സാധനം അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് പൊളിയായിരുന്നു. നിങ്ങൾ 3 പേരും നല്ല ആർട്ടിസ്റ്റുകളാണ്. നിങ്ങളൊരു കോമ്പിനേഷൻ കുറേ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ ഇനിയും ഒരുപാട് നല്ല നല്ല സ്കിറ്റുകൾ തരേണ്ട ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും അധികം സന്തോഷം എന്ന് പറയുന്നത് 3 പേര് ഇപ്പോൾ ലേഡീസാണ്. ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പെർഫോം ചെയ്യുമ്പോൾ പലർക്കും പേടിയുണ്ട്. കാരണം എന്താണ് ചെയ്താൽ ശരിയാവും. പക്ഷെ ആ പേടി നിങ്ങൾ 3 പേരിലും ഇല്ല എന്നുള്ളതാണ്. 3 പേരും നിറഞ്ഞാടി ഗംഭീരമായിട്ട് കളിച്ചു. ഇനിയും ഐറ്റം വേറയിൽ ഒരുപാട് സ്കിറ്റുകൾ നിങ്ങൾക്ക് കിട്ടട്ടെ, അടിപൊളിയാവട്ടെ. നിങ്ങളുടെ യാത്ര ഗംഭീരമാവട്ടെ. ഓൾ ദി ബെസ്റ്റ് 3 പേർക്ക്. ഓക്കെ. ഇനി അടുത്ത് ബിജുക്കുട്ട. ഈ പറഞ്ഞോണ്ട് 3 പേരും ഗംഭീരമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നണത് അമ്മായിമ്മ വന്നില്ലേ, അമ്മായിമ്മ വന്നപ്പോൾ എനിക്ക് തോന്നി ഈ സ്കിറ്റ് ഇനി പിടിച്ചാൽ കിട്ടൂല. പക്ഷെ അന്നേരത്തെ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നത് ഈ ഷിജിലയുടെ സൗണ്ട് നല്ല സ്ക്രാച്ച് ആയിരുന്നല്ലേ, അത് നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം ത്രോയും കൂടി ഉണ്ടായിരുന്നില്ല, ഭയങ്കര രസമായിരുന്നു. കാരണം ഒന്നും മറന്നു പോകാതെ നല്ല സൗണ്ടിൽ നല്ല അത് വന്നപ്പോൾ നമുക്ക് സങ്കടമായി പോയി. കാരണം ആ ഒരു പോർഷനിൽ അങ്ങനെ താന്ന് കിടക്കുമ്പോൾ നമുക്ക് അത് തോന്നിയിട്ടില്ല, പക്ഷെ നമുക്ക് അങ്ങനെ മനസ്സിൽ തോന്നിയാണ്. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അത് കുറേ ഇങ്ങനെ റിഹേഴ്സൽ നിങ്ങളുടെ ആത്മാർത്ഥത കൂടിപ്പോയതിൻ്റെ കൊണ്ടാണ് അങ്ങനെ വന്നാക്കണത്. അപ്പം അതും കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ, ഇത് വേറൊരു ലെവലായിപ്പോയി. കാരണം ഉള്ള സൗണ്ട് കൊണ്ട് അമ്മായിമ്മനെ കൊത്തിയോടെ വീഴ്ത്തി. പിന്നെ അമ്മായിമ്മയുടെ കേസ് പറഞ്ഞ ഒരു രക്ഷയുണ്ടായില്ല കേട്ടോ നിങ്ങൾ. അയ്യോ ഭയങ്കര ഇളകി കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളകി മറിക്കുകയാണ്. അപ്പം നമ്മൾക്കൊരു കാലിൻ്റെ ചെറിയൊരു ഇതെന്ന് പറഞ്ഞില്ലേ, അതൊന്നും ഞങ്ങൾ കണ്ടില്ല കേട്ടോ. നമുക്ക് കാണാനേ പറ്റിയില്ല. അത് പ്രീത അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, അല്ലാതെ അത് അറിയോ പോലും ഇല്ല. അത് ആ ലേലംപൊളി എന്ത് ഗ്രാൻഡായിരുന്നത്. ആ 3 പേരും നല്ല ടൈമിംഗ് ആയിരുന്നു അതിനകത്ത്. 3 പേരിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ അത് അത്രയും ഗ്രേസ് ആയിട്ട് നമുക്ക് തോന്നില്ല. വളരെ ഗംഭീരമായിരുന്നു 3 പേരും. പ്രാവശ്യം എണ്ണം ഇതിൽ മനോഹരമാക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ഗംഭീര സ്കിറ്റ്. ഇനി അതിനെക്കുറിച്ച് ഇനി അധികം പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. അധികം പറഞ്ഞേ പറ്റൂ. കാലാനുകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു രസകരമായ ഒരു സംഭവമാണ് അമ്മായിമ്മ മരുമോൾ അവരുടെ തമ്മിലുള്ള ഒരു വഴക്ക്. അത് എത്ര നാൾ നമ്മൾ കേട്ടു, എന്നാലും കേൾക്കുമ്പോഴും ഇനിയും വീണ്ടും കേൾക്കണമെന്നുള്ളൊരു ആഗ്രഹമാണ്. അതുപോലെ തന്നെ ഭർത്താവിനെ പറ്റി പറഞ്ഞപ്പോൾ കൃത്യസമയത്തിന് എഴുന്നേക്കും, കൃത്യസമയത്തേക്ക് ഭക്ഷണം കഴിക്കും, കൃത്യസമയത്ത് ഉറങ്ങും. അവസാനമാണ് പറയുന്നത് ജയിലാന്ന് അല്ലേ? അത് നല്ലൊരു കൗണ്ടറായിരുന്നു. അതിനെക്കുറിച്ച് അല്ല, അത് കഴിഞ്ഞിട്ടുള്ള കൗണ്ടർ നല്ലായിരുന്നു. എവിടെയാണെങ്കിലും എന്താടി കറക്റ്റ് കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ പോരുന്നത്. അതെ, അമ്മായിയമ്മയുടെ കാര്യം ഞാൻ പറയുന്നില്ല. പ്രീത ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റിൻ്റെ ആ പെർഫോമൻസ് ഉണ്ടല്ലോ, അത് ഗംഭീരമായിട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഓരോരോ സ്കിറ്റുകളിൽ ഈ ഗംഭീരമായ സ്കിറ്റുകൾ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. സാറേ ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ. നമ്മൾ 3 ഇവിടെ വരുന്നതിന് മുന്നേ എന്നാ പറയണ്ടേ, നമ്മൾ സത്യം കയ്യും കാലും വരച്ചിട്ട് നമുക്ക് എല്ലാം തെറ്റുമെന്ന് വിചാരിച്ചതാ ഇല്ലടി. അല്ല, ഇവക്കായിരുന്നു കൂടുതൽ വെറിയേ. അപ്പൊ ഇവളെ പറയണ്ടപ്പോ എനിക്കും പോയി. ഇവളെ നോക്കും, ഇവളെ മുഖത്ത് നോക്കി ഞാൻ പറയണ്ടേ, ഇവൾ ഇങ്ങനെ നിൽക്കുക. അപ്പൊ സത്യത്തിൽ ആർക്കായിരുന്നു പേടി? പേടി ആർക്കായിരുന്നു? 2 പേരിൽ ആർക്കായിരുന്നു പേടി? എനിക്കുണ്ട് പേടി, എനിക്കുണ്ടായിരുന്നു. അത്രയില്ല. ഷിജിലിക്കോ? എന്താണെന്നറിയില്ല, ഞാൻ കൂളായിരുന്നു. പക്ഷെ വേറെ കാര്യമുണ്ട്, എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത എലപ്പുള്ളിയിലെ എല്ലാ അമ്മായിമാർക്കും നല്ലൊരു കൈയടി ഞങ്ങൾ കൊടുക്കുക. ഗംഭീരമായിട്ട്. കാര്യം അവരിത്ര എൻജോയ് ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് മാർക്കിലേക്ക് പോകാം. ബിജുക്കുട്ടാ ഞാൻ കൊടുക്കാം. ഞാൻ 6000 രൂപ വരാം. 6000. അടിപൊളി. അപ്പൊ ഞാനും കുറയ്ക്കുന്നില്ല, 6000 രൂപ ഞാനും അങ്ങോട്ട് തരികയാണ്. 12000 രൂപ ഞാൻ അവിടെ തരാം. അറിയാലോ അല്ലേ? അങ്ങോട്ട് നോക്കിയോ. ഐറ്റം വേറെ ഫ്ലവേഴ്സ് കോമഡി ഇത് അവിടെ നോക്കൂ.
ഫസ്റ്റ് എൻട്രി ആണ്. ഫസ്റ്റ് എൻട്രി ആണ്. ഭയങ്കര സംഭവം. എന്താ കരയുന്നുണ്ട്? അയ്യോ അയ്യോ സാറോട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. സന്തോഷം കണ്ട പറയൂ, എന്താണ് പ്രീത, പറയൂ. ഇതൊന്നും കിട്ടുമെന്ന് ചോദിച്ചു. നമ്മള് പൊയ്ക്കോന്ന് പറയുന്ന ചോദിച്ചു, കണ്ണൂരൊക്കെ വിട്ടോന്ന് പറയുന്ന ചോദിച്ചു. ടെൻഷനൊക്കെ മാറിയില്ലേ? പക്ഷെ നമ്മൾ ആ ഹാർഡ് വർക്ക് ചെയ്യുന്ന 3 പേരും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഗുണമാണ്. ബിജുക്കുട്ട, പ്രസാദാ, ഇത് കണ്ട കരഞ്ഞ് നിലവിളിച്ച് നിൽക്കുകയാണ്. അത് സന്തോഷമാണ്, ആനന്ദ കണ്ണുനീരാണ്, അത് കുഴപ്പമില്ല. അല്ല പ്രചോദേ, ഇത് പറയാനുള്ളത് ഇപ്പൊ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഇനിയിപ്പൊ TV കണ്ടോണ്ടിരിക്കുകയാണ് ഇവരുടെ നാട്ടുകാരും വീട്ടുകാരും സ്വന്തക്കാരൊക്കെ. അവരോട് എന്താ പറയാനുള്ളത്? മക്കളോട് എന്താ പറയാനുള്ളത്? ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ കാര്യം നിങ്ങളുടെ കഷ്ടപ്പാടാണ്. ഞങ്ങൾ ഇതിൽ ഇടപെടില്ല. അയ്യോ, എന്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പൊ അവർക്ക് ഞാനും എനിക്ക് അവരേ ഉള്ളൂ. പ്രണവേ, നീ ഇത് കാണുന്നുണ്ടോ? അവൻ വീട്ടിൽ നിന്ന് കാണുന്നുണ്ടോ പ്രണവ്? ആ പ്രണവ്, അയ്യോ സത്യം, അവന് ഭയങ്കര, എന്റെ പ്രയാഗമോനോട് പ്രണവോനോട് പറയണ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രയാഗമോനെ, പ്രണവെ കണ്ടോണ്ടിരിക്കുകയാണ്. ദാ അമ്മ അടങ്ങുന്ന ടീമുകൾ 3 പേരുടെ നല്ല മാർക്കാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. പറഞ്ഞോളൂ പ്രീത. അതെ, അവൻ നേരത്തെ പോലും വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ നല്ല സ്കിറ്റാണോ, ആന്റിമാരൊക്കെ കളിക്കുന്നില്ലേ, നമ്മയൊക്കെ നല്ലോണം കളിക്കൂലേ അമ്മ, എന്തെങ്കിലും കിട്ടുമോ? ഞാൻ പറഞ്ഞു, ഒന്നും അറിയില്ല മോനെ, എല്ലാം ദൈവത്തിന്റെ കയ്യിലാ, പിന്നെ അവര് കനിയണോന്നൊക്കെ പറഞ്ഞു. അപ്പം അവന് ഭയങ്കര, സത്യം അവൻ പഠിക്കുന്നതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പം അവന് എല്ലാവരും കൂടെ ഒന്ന് അവനോടൊരു ഹായ് പറയണേ. പിന്നെ എൻ്റെ നാട്ടുകാരോട്, എൻ്റെ വീട്ടുകാരോട്, പിന്നെ ഞാനിപ്പോൾ കളിക്കുന്ന സമിതിയിലെ ആൾക്കാരോട് ഞങ്ങളുടെ ഫ്ലവേഴ്സിന്റെ പേരിലുള്ള ഹായ്, വലിയ ഹായ്. പിന്നെ ഇല്ലേ, നിങ്ങളോട് ഞങ്ങളെല്ലാവരും പ്രത്യേകം നന്ദി കേട്ടോ. ഇനി നമുക്ക് KSRTC പിടിച്ചാലോ? KSRTC എന്താ പറയാനുള്ളത് നോക്കാം. KSRTC പറയൂ രേഷ്മ. കരയണ്ട, പറഞ്ഞോളൂ. സപ്പോർട്ട് ചെയ്ത ഹസ്ബൻഡ്, എന്റെ മക്കളും. അല്ല, അത് നേടിയെടുത്തില്ലേ? എന്തായാലും ഇത്രയും നാളായിട്ട് ശ്രമിച്ചത് നേടിയെടുത്തു. നമ്മള് ധൈര്യമായിട്ട് ചങ്കുറ്റത്തോടെ നടക്കാട്ടോ. ഇനി നിങ്ങള് സന്തോഷം ഷെയർ ചെയ്യണം രേഷ്മ. കൂടുതൽ എൻ്റെ ഹസ്ബൻഡിനോടും മക്കളോടും തന്നെയാണ്. പിന്നെ കുടുംബക്കാരെല്ലാം കുഴപ്പമില്ല, എല്ലാവരും സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരോടും ഒരു നല്ല ഗൈഡ് കൊടുക്കാം. ഈ പറയുന്നത് പോലെ ഗംഭീരമായി പെർഫോം ചെയ്തു. ഷിജില കണ്ണ് നിറഞ്ഞു നിൽക്കുക കേട്ടോ. അവിടുന്ന് കാണുന്നല്ലോ, ഞാൻ ഇത് കാണാൻ വേണ്ടി ഓടി വന്നതാ. കാര്യം ഇമോഷൻസ്. നമ്മുടെ പേരെന്താന്ന് പറഞ്ഞേ? ഗോപിക. മസ്കറ്റുള്ള ഗോപിക മോളോട് എന്താണ് പറയാനുള്ളത്? പറയൂ. സത്യം പറഞ്ഞ മോളോട് ഞാൻ ശരിക്കൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അവള് ഇത് വന്നിട്ട് എന്തെങ്കിലും എങ്ങനെയാണ് ഇവിടെ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കണം എൻ്റെ ഭർത്താവ്, എൻ്റെ കുടുംബം. കാരണം എൻ്റെ ഹസ്ബൻഡ് രേഷ്മ വിളിക്കുന്ന സമയം നോക്കിയിട്ട് എന്നെ അവിടെ കൊണ്ടുവിടും, തിരിച്ചെന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതുപോലെ എൻ്റെ ആങ്ങളമാര്, ഹസ്ബൻഡ് ഇല്ലെങ്കിൽ എൻ്റെ ആങ്ങളമാര് പറയുന്ന സമയത്ത് എവിടെയാണെങ്കിലും വന്ന് രേഷ്മയുടെ വീട്ടിൽ കൊണ്ടാക്കും, തിരിച്ചു കൊണ്ടുപോകും. എനിക്ക് ഷിജിനേച്ചിനോട് പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട്. നിങ്ങളായിരുന്നല്ലോ അല്ലേ തുടക്കത്തിൽ. ഇവര്, ഞാൻ ആദ്യം 2-3 വർഷം മുന്നേ ഇവരോട് ചോദിച്ച സമയത്ത് ഇല്ല എന്ന് പറഞ്ഞതാ. പിന്നീട് ഇങ്ങോട്ടേക്ക് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അല്ല ബിജുക്കുട്ട, അപ്പസാട്ട, നമുക്ക് ഏറ്റവും അധികം സന്തോഷം എന്ന് പറയുന്നത് സാധാരണ അടുക്കളയിലേക്ക് ഒതുങ്ങിക്കൂടി അടുക്കള കാര്യങ്ങളൊക്കെ ഈ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെ ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കി ഒതുങ്ങിക്കൂടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? പക്ഷെ അവർക്കെല്ലാം ഒരുപാട് കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളെപ്പോലുള്ള കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു വേദി കൂടിയാണ് ഇത് എന്ന് കാണിച്ചു കൊടുത്ത് നിങ്ങൾ കൂടിയാണ്, നിങ്ങൾ 3 പേരും അല്ലേ? നാട്ടിലെ കോമഡിക്കാർ എന്ന് പറയുന്നൊരു സെഗ്മെൻറ്റ് തുടങ്ങിയപ്പോൾ നമുക്ക് ഒരുപാട് പേര് അവരുടെ ആഗ്രഹങ്ങൾ പറയുന്നു, ആവശ്യങ്ങൾ പറയുന്നു. അപ്പോൾ ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്ന ആൾക്കാർ നല്ല പെർഫോമേഴ്സ് ആണെങ്കിൽ നമ്മളവർ ഗ്രൂം ചെയ്ത് എടുക്കുന്നു, അവരിവിടെ വന്ന് പെർഫോം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സക്സസ് ആണ് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റമറുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് തന്നെ നാട്ടിലെ കോമഡിക്കാർ എന്ന ഇപ്പോഴത്തെ ഒരു സെഗ്മെൻറ്റ് ഇതുപോലുള്ള നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്നതാണ്. അതായത് സാധാരണക്കാരുടെ അസാധാരണമായ പെർഫോമൻസ് ഉള്ളൊരു വേദിയായി നമ്മുടെ ഈ ഐറ്റം വേറെ മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നാട്ടിലെ കോമഡിക്കാർ എന്ന് പറയുന്നൊരു സെഗ്മെൻറ്റ്. ഇത് നാട്ടിലെ കോമഡിക്കാർ ഇനിയും ഇത്തരത്തിലുള്ള കഴിവുള്ള ആൾക്കാരുണ്ട്, അവരെല്ലാവരും വന്ന് പെർഫോം ചെയ്യണം. കാര്യം ഈ ഷോ ഞങ്ങളുടെ ഷോ അല്ല, നിങ്ങളുടെ ഷോയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.
ബിജുക്കുട്ട പ്രസേട്ട Yes. നമ്മുടെ ഇന്നത്തെ മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അതെ. അപ്പൊ നാളെ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഐറ്റം വേറെ